പതിറ്റാണ്ടിലേറെ കാലമായി കാവും കുട്ടയും ചുമന്ന് കിലോമീറ്ററുകളോളം നടന്ന് മത്സ്യവില്പന നടത്തുന്ന 68-കാരന്റെ ജീവിതം 6 മാസം മുൻപാണ് മാതൃഭൂമി ന്യൂസ് തത്സമയം റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർക്ക് മുൻപിലെത്തിച്ചത്. മത്സ്യവില്പന നടത്തി കിട്ടുന്ന പണമായിരുന്നു ഇബ്രാഹിമിന്റെ ജീവിത ചെലവിനുള്ള മാർഗം. സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും 4 പെൺമക്കളെ ഇതിനിടയിൽ വിവാഹം ചെയ്തയച്ചു. എന്നാൽ വർഷങ്ങളായി ഓലപ്പുരയിലായിരുന്നു ഇബ്രാഹിമും കുടുംബവും അന്തിയുറങ്ങിയിരുന്നത്. വീടെന്ന ആഗ്രഹം അന്ന് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇത് കണ്ട കൂരിക്കുഴി മഹല്ല് പ്രവാസി അസോസിയേഷനാണ് ഇപ്പോൾ സഹായവുമായി എത്തിയത്. 600 ചതുരശ്ര അടിയിൽ 10 ലക്ഷം രൂപയോളം ചിലവഴിച്ച് മനോഹരമായൊരു വീട്, 2 കിടപ്പുമുറിയും അടുക്കളയും ഹാളും വരാന്തയും എല്ലാം അടങ്ങുന്ന ഒരു മനോഹര ഭവനം. ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഈ വീട്ടുകാർ. അതുകൊണ്ട് തന്നെ ആ നിമിഷത്തിൽ അവർ വിതുമ്പുകയാണ്. KMPA ഭാരവാഹികൾ ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. KMPA ചെയർമാൻ PM ഷാഹുൽ ഹമീദ്, കൺവീനർ TK ഉബൈദ്, ട്രഷറർ KK ഹംസ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ലിഷോയ് ഉണ്ട് തത്സമയം. ഗുഡ് മോർണിംഗ് ലിഷോയ്. ഇതിലപ്പുറം നമുക്ക് എന്ത് സന്തോഷം കിട്ടാനാണല്ലേ? മാതൃഭൂമിയുടെ തത്സമയ റിപ്പോർട്ടിലൂടെ ഇത്തരത്തിലൊരു വാർത്ത പങ്കുവയ്ക്കുന്നു. ഇപ്പോഴിതാ വീട് കിട്ടുന്നു. വിശേഷം പറയൂ. നമ്മളന്ന് ഇബ്രാഹിമിന്റെ വാർത്ത നൽകുന്ന സമയത്ത് അത് കാവും കൊട്ടയുമായി കിലോമീറ്ററുകളോളം നടന്ന് ആ മീൻ വിൽപ്പന നടത്തുന്നതിൻ്റെ ഒരു വാർത്തയായിരുന്നു പ്രധാനമായും. അതിൽ തന്നെ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ആ വാർത്തയിൽ കൃത്യമായി അദ്ദേഹം ത്തിൻ്റെ ഒരു പ്രതികരണമായി പറയുന്നുണ്ട്. വർഷങ്ങളായി ഈ ജോലി എടുക്കുന്നു, വളരെ തുച്ഛമായ വരുമാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പെൺമക്കളെയൊക്കെ വിവാഹം കഴിച്ചു വിട്ടു. പക്ഷേ സ്വന്തമായൊരു വീട് പണിയാനായി ഇത്രയും കാലമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദുഃഖം നമ്മളും ഈ വാർത്തയിലൂടെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ആ വാർത്ത കണ്ടാണ് പിന്നീട് പ്രവാസി അസോസിയേഷൻ അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി കുരുക്കുഴിയിലുള്ള ഒരു സംഘം അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നതും മനോഹരമായൊരു വീട് പണിത് നൽകുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ആ ഷീറ്റ് മേഞ്ഞ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൂരയിലാണ് അദ്ദേഹം ഇത്രയും വർഷം ജീവിച്ചിരുന്നത്. ഒരു ചെറിയ ഒരു വാർത്ത അത് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് ആ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരു ചെറിയ ഒരു സന്തോഷമെങ്കിലും നമ്മൾ മുഖേന നൽകാനായി കഴിഞ്ഞല്ലോ എന്ന്. ശരി ലിഷോ, ഏതായാലും മാധ്യമപ്രവർത്തകർ ചാരിതാർത്ഥ്യം അനുഭവിക്കുന്ന ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഒന്നാണിത്. ലിഷോയ്ക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാം, മാതൃഭൂമിക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം ഈ ഘട്ടത്തിൽ. അങ്ങനെ ഒരാൾക്ക് വീട് തലചായ്ക്കാൻ ഒരിടം ലഭ്യമായി എന്നതിൽ, അങ്ങനെ ചില കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്താൻ മാധ്യമ പ്രവർത്തനത്തിനാവും എന്നതിൻ്റെ കൂടി ഒരു ഉദാഹരണമാണ്. സന്തോഷമുണ്ട്.